ഹബീബായ നബി പറഞ്ഞു അലൈക ബികസറത്തി സുജൂദി, സുജൂദിനെ നീ കൂടുതൽ പെരുപ്പിക്കുക. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദാ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജാ. നീ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ അതിനനുസരിച്ച് നിന്റെ ദറജകളെ അല്ലാഹു തആല ഉയർത്തി തരും. ഏറ്റവും ഉയർത്തിയത് എവിടെയാ? ഫിർദൗസ്. ഇവിടെ ഒക്കെ എവിടെത്തും? ഫിർദൗസിലെത്തും. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ മാത്രമല്ല. ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുഹുൽ ഫിർദൗസ, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് ചോദിക്കണമേ. ഫഇന്നഹു സിർറുൽ ജന്ന, നേരത്തെ പറഞ്ഞു സുറത്തുൽ ജന്ന, സ്വർഗ്ഗത്തിലെ പൊക്കളാണ്. ഇപ്പോൾ പറഞ്ഞു ഫഇന്നഹു സിർറുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ രഹസ്യമാണ്. ഏത്? ഫിർദൗസ്. സ്വർഗ്ഗത്തിന്റെ രഹസ്യമാണ് ഏത്? ഫിർദൗസ്. അല്ലാഹു നമ്മളെ ഫിർദൗസിൽ എത്തിക്കട്ടെ. സ്വർഗ്ഗത്തിന്റെ രഹസ്യമുണ്ട്, ആ രഹസ്യ ഭാഗമാണ് ഏത്? ഫിർദൗസ്. വസീല കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെയുള്ള ലോകമാണ് ഏത്? ഫിർദൗസ്. മനസ്സിലായില്ലേ? അമ്പിയാക്കൾ താമസിക്കുന്ന ലോകമാണത്, സമുന്നത ലോകമാണത്. ആ ലോകത്താണ് അമ്പിയാക്കൾ താമസിക്കുക, സിദ്ദീഖുകൾ താമസിക്കുക, ശുഹദാക്കൾ താമസിക്കുക. ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തു അദ്ൻ, ഇതാണ് ഏറ്റവും വലിയ ലോകം. ജന്നത്തുൽ ഫിർദൗസും പിന്നെ ജന്നത്തു അദ്നും. ഇത് രണ്ടും ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ജന്നത്തുൽ ഫിർദൗസും ജന്നത്തുൽ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലഹാ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി. തൊട്ട് മുമ്പ് എത്രാമത്തെ ആയത്ത്? അൽ-കഹ്ഫ് 107-ാമത്തെ ആയത്ത്. സൂറത്ത് മുഅ്മിനൂനയിലുമുണ്ട്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്. എങ്ങനെ? മനസ്സിലായില്ലേ? ഹും ഫീഹാ ഖാലിദൂൻ. ഹും ഫീഹാ ഖാലിദൂൻ. അതെ അതെ. ഉലൈക അല്ലദീന യരിസ്. അങ്ങനെയല്ലേ ആയത്ത്? എങ്ങനെയാണ് ആയത്ത്? എങ്ങനെ? യരിസൂനൽ ഫിർദൗസ്. തൊട്ടുമ്പത് അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. മനസ്സിലായില്ലേ? എവിടുന്നാ വരുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ വന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്ത്? അവരാരാണ്? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഇവരാരാ? ഇവർ ഫിർദൗസിനെ അനന്തരം വാങ്ങുന്നവരാ. ഇവർ ഫിർദൗസിൽ വസിക്കും. അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും മുത്തഖീങ്ങളും അല്ലാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട ആളുകളും താമസിക്കുന്ന സ്ഥലമാണ് ഫിർദൗസ്. അതുപോലെയാണ് അദ്ന്. അദ്ൻ, ജന്നത്തു അദ്ൻ, ജന്നത്തുൽ ഫിർദൗസ്, ഇതെല്ലാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അതിന്റെ ഭംഗി പറഞ്ഞ് തീർക്കാൻ കഴിയൂല. ഞാൻ ചില ഹദീസുകൾ വായിക്കാം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കണം. ഇമാം തബറാനിയും ഇമാം ഹാക്കിമും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ഉമാമത ഖാല ഖാല റസൂൽ. മർമ്മം മൊത്തം എവിടെയാണ്? എന്നാ പറയുക, സ്വർഗത്തിന്റെ മർമ്മം മൊത്തം എവിടെയാണ്? ഫിർദൗസിലാണ്. സൂറത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പൊക്കിളാണ് എന്ത്? ഫിർദൗസ്. ഇവിടെ ബന്ധമില്ലാത്ത ഒരു സാധനം ശരീരത്തിൽ ഉണ്ടാവില്ല. ഒരു ഞാടിയോ ഞരമ്പോ ഒന്നും ഉണ്ടാവില്ല. എവിടെ ബന്ധമില്ലാത്ത ഒരു കാലത്ത് മനുഷ്യൻ ഫിർദൗസിനെ പറ്റി പറയുമ്പോൾ അതിന്റെ മുകളിൽ രണ്ട് അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിന്റെയും അപ്പുറമാണ് വസീല. ശരി. ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് നിലകൊള്ളുന്നത്. വമിൻഹു, അതിൽ നിന്നാണ് തുഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിലെ പുഴകൾ അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഫിർദൗസിൽ നിന്ന്, അദ്നിൽ എന്നും ഉണ്ട് സ്വർഗ്ഗത്തിലെ പുഴകൾ. സ്വർഗ്ഗത്തിലെ പുഴകൾ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അവിടെ നിന്നാണെന്നും ഉണ്ട്.
എവിടുന്ന്? അദനിൽ നിന്നാണെന്നുമുണ്ട്, ഫിർദൗസിൽ നിന്നാണെന്നുമുണ്ട്. എന്താണെങ്കിലും ഏത് പുഴക്കും ഈ രണ്ട് സ്വർഗലോകങ്ങളോട് ബന്ധമുണ്ടാവും. ഒന്നിരിക്കൽ ഫിർദൗസിനോട്, അല്ലെങ്കിൽ അദനിനോട്, അല്ലെങ്കിൽ അത് രണ്ടിനോടും. ചിന്തിക്ക്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുർമുദിയും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ عن عبادة بن الصامت رضي الله عنه قال قال رسول الله صلى الله عليه وسلم ഹബീബായ നബി പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി 100 ദറജ, സ്വർഗ്ഗത്തിൽ 100 പദവികളുണ്ട്. ബൈന കുല്ലി ദറജതൈനി ബൈന സമാഇ വൽ അർളി, ആകാശ ഭൂമികൾക്കിടയിലുള്ള അകലമാണ് ഓരോ ദറജകൾക്കിടയിലുമുള്ളത്. വൽ ഫിർദൗസ് അഅലാഹാ ദറജ, അതിലേറ്റവും ഉന്നതമായ ലോകം ഏതാണ്? ഫിർദൗസാണ്. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശു, അതിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ്. വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെയാണ് സ്വർഗ്ഗത്തിന്റെ നദികൾ ഉത്ഭവിക്കുക. സ്വർഗ്ഗത്തിലെ നദികൾ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ഫിർദൗസിൽ നിന്നാണ്. നിങ്ങൾക്ക് അല്ലാഹുവോട് സ്വർഗ്ഗം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിർദൗസിനെ തന്നെ ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ عن معاذ بن جبل رضي الله عنه വലിയ മഹാനാ. മുആദ് ബിൻ ജബലിന്റെ പ്രത്യേകത എന്താ അറിയില്ലേ? മുആദ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താ? മുആദ് ബിൻ ജബൽ യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാ, അന്ത്യനാളിൽ എല്ലാ ആലിമീങ്ങളെയും മുന്നിലായിരിക്കും എന്റെ മുആദ് ബിൻ ജബൽ എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ആലിമീങ്ങളെയും മുന്നിലാണ് ആര്? അഅലമ മിൻ ഉമ്മത്തി ബിൽ ഖുർആനി വസ്സുന്ന. മുആദ് ബിൻ ജബൽ എന്റെ സമുദായത്തിൽ ഏറ്റവും വലിയ വിവരസ്ഥനാണ്. ആര്? ഉറക്കപ്പറ, ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ മഹാനാണ് മുആദ്. അവരാണ് ഈ ഹദീസ് നബിയിൽ നിർദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ അതിനൊക്കെ വലിയ വിലയുണ്ട്. എല്ലാവരും ഇപ്പോൾ വിലയുണ്ട്, പക്ഷെ മുആദ് തങ്ങളൊരു പ്രത്യേകക്കാരനാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി ഈ ഹദീസ് ബഅസ് നുശൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ബഅസാണ്. ബഅസ് എന്ന കിതാബാണിത്. ആരുടെ? ഇമാം ബൈഹഖിയുടെ റളിയല്ലാഹു അൻഹു. ഇമാം ബൈഹഖി തങ്ങൾ ഫിർദൗസിനെ പറ്റി പറയുന്ന ഹദീസ് കേട്ടോളൂ. എന്ന് جنان عن ابي موسى نبيه قال قال رسول الله صلى الله عليه وسلم جنان الفردوس 4. ഹബീബായ നബി പറയാണ്, ഫിർദൗസ് തന്നെ 4 ജന്നത്താനി മിൻ ദഹബിൻ ഉലിയതുഹാ വആനിയതുഹാ വമാ ഫീഹാ വജന്നത്താനി മിൻ ഫില്ലാ ഉലിയതുഹാ വആനിയതുഹാ വമാ ഫീഹാ എന്ന് ജന്നത്താനി മിൻ ദഹബിൻ ഹല്യത്വാ, അതിലെ ആഭരണങ്ങളും ആനിയത്വാ, അതിലെ പാത്രങ്ങളും വമാഫിയ, അതിലുള്ളതെല്ലാം. അതേപോലെ തന്നെ ജന്നത്താനി മിൻ ഫില്ലാ ഹല്യത്വാ വആനിയത്വാ വമാഫിയ വമാ ബൈനഹും. ഫിർദൗസ് തന്നെ 4 തരമാണ്. സ്വർണം കൊണ്ട് 2, വെള്ളി കൊണ്ട് 2 എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ദറജകളുണ്ടാവും. മനസ്സിലായാലും ഒരു പ്രത്യേകമായ സ്ഥലത്തുള്ള സ്ഥാനത്തിന് വിലല്ലേ? മനസ്സിലായ പറഞ്ഞു, സാധനത്തിന് വില ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിലൊരു വലിയ പ്രധാനപ്പെട്ട ഹോട്ടലുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് മക്കൾക്ക് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിന്ന് ഭക്ഷണം വേണ്ട, ഞാൻ ഉറങ്ങാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ? എന്താ കുട്ടിയോട് പറയാ? ദിന്നാലിന് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന നേരമ്പത്തെ നാശാവും, നേരമ്പത്തെ പിന്നെ തണുത്തവും ഇരിപ്പത്തൊക്കെ തന്നെ കഴിക്ക് പോകാൻ വേഗം എണീറ്റ്. എൻ്റെ ഇത് ഇന്നാലിന് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബ്രോസ്റ്റാണ്. മനസ്സിലായോ? ജിദ്ദയിലും മക്കത്തൊക്കെ ഉണ്ട് അൽബൈക്ക് എന്നൊരു സ്ഥാപനം, ബ്രോസ്റ്റ് കിട്ടുന്നൊരു കടയാണ്.
ഇത് അൽബൈക്കിന് വാങ്ങിയ ബ്രോസ്റ്റാണ്. ഓഹോ, ബാക്കിയൊക്കെ ബ്രോസ്റ്റല്ലേ ആണ്, പക്ഷെ അൽബൈക്കിന് വാങ്ങിയ ഒരു പ്രത്യേക സ്ഥാനാണ് എന്നതുപോലെ ഫിർദൗസിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സമുന്നതമാണ്. അത് തന്നെ 4 തരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ അതിനെ പറ്റിയാണ് എന്ത് പറഞ്ഞത്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അതിന് താഴെ വമിൻ ദൂനിഹിമാ ജന്നത്താൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? 4 സ്വർഗം. ഇതൊക്കെ അല്ലാഹു തആല കൊടുക്കും. വമാ ബൈനഹു വബൈന അൻ യറൗ റബ്ബഹും ഇല്ലാ ലിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹിഹി. അവിടെ താമസിക്കുന്നവർക്ക് അല്ലാഹുവിനെ കാണാൻ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എവിടെ താമസിക്കുന്നവര്? ഫിർദൗസിൽ താമസിക്കുന്നവര്. ഇല്ലാ ലിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹിഹി. അതിനൊന്നും അർത്ഥം പൂർണ്ണമായി നമ്മൾ പോലത്തെ അറിയില്ല. അള്ളാഹുവിന്റെ വജഹിലുള്ള ഒരു റിദാഉൽ കിബ്രിയ എന്ന മേൽവസ്ത്രമുണ്ട്. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അത്രയും പെട്ടെന്ന് അവർക്ക് ആരെ കാണാൻ കഴിയും? അള്ളാഹിനെ കാണാൻ. നമ്മൾ വിചാരിക്കുന്ന വജഹല്ല അള്ളാഹുവിൻ്റെത്. നമ്മൾ വിചാരിക്കുന്ന മേൽവസ്ത്രവുമല്ല അള്ളാഹുവിൻ്റെത്. അറിയൂല. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്ന ഒരു മുഖമല്ല അള്ളാഹിന്റെ മുഖം. നമ്മൾ വിചാരിക്കുന്ന ഒരു കൈയല്ല അള്ളാഹിന്റെ കൈ. നമ്മൾ വിചാരിക്കുന്ന ഒരു കാലല്ല അള്ളാഹിന്റെ കാല്. അല്ല, നമുക്കതിനെ സങ്കല്പിക്കാൻ കഴിയില്ല. നീ എന്ത് സങ്കല്പിച്ചാലും അതൊന്നും ആരല്ല, അള്ളാഹുവുമല്ല, അള്ളാഹുവിൻ്റെതുമല്ല. ചിന്തിക്കും. ഏതായാലും അത്രയും അടുത്താണ് ഫിർദൗസ് നിവാസികളും. അള്ളാഹുവിനെ കാണാൻ അവർക്ക് യാതൊരു പ്രയാസമില്ല എന്ന് ഫിർദൗസിൽ ജന്നത്താനി മിൻ ദഹബിൻ ലിസ്സാബിഖീൻ വജന്നത്താനി മിൻ ഫില്ലത്തിൻ ലിത്താബിഈൻ വസ്സാബിഖൂന السابقون ഉലൈകൽ മുഖറബൂൻ എന്ന് പറഞ്ഞില്ലേ? അതാണ് ഫിർദൗസിലെ ഏറ്റവും വലിയ സ്ഥാനം അവർക്കായിരിക്കും. അവരെ തുടർന്നവർക്ക് 2ാമത്തെ സ്ഥാനവും കൊടുക്കും. വമിൻ ദൂനിഹിമാ ജന്നത്താൻ എന്ന് ഉന്നത സ്ഥാനമാണത്. عن منهال بن أبي عمرو عن سعيد بن جبير عن ابن عباس رضي الله عنه. ഇമാം ബൈഹഖി തന്റെ ബഅ്സ് നുശൂർ എന്ന കിതാബിൽ നിന്നാണ് ഞാൻ നേരിട്ട് ധരിക്കുക. ഇമാം ബൈഹഖിയുടെ കിതാബാണിത്, അൽ ബഅ്സ് വൻ നുശൂർ എന്ന കിതാബ്. ആരുടെ? ഇമാം ബൈഹഖിയുടെ റളിയല്ലാഹു അൻഹു. ആ കിതാബ് നേരിട്ട് വായിക്കുക. എന്താ പറയുന്നത്? في قول الله عز وجل وكان عرشه على الماء وكان عرشه على الماء എന്ന ആയത്ത്, ആ ആയത്തിന്റെ വ്യാഖ്യാനം وكان عرشه على الماء എന്ന് ഏതാ സൂറത്ത്? وكان عرشه على الماء ഏതാ സൂറത്ത്? وكان عرشه على الماء. അതെ, ഹൂദ്, സൂറത്ത് ഹൂദ്. അതെ, കറക്റ്റ്. كان عرش الله على الماء ثم اتخذ لنفسه جنة ثم اتخذ دونهما أخرى ثم أطبقها بالأجرة واحدة എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് വേണ്ടി ഒരു സ്വർഗം പണിതു. തനിക്ക് വേണ്ടി എന്നാണ്, തനിക്ക് സുഖിക്കാനല്ല, തൻ്റെ ഏറ്റവും വലിയ ഇഷ്ടത്തിന് വേണ്ടി, തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി എന്നൊക്കെ. വഹിയ സ്വർഗം എന്ന് പറഞ്ഞാൽ ലാ യഅലമുൽ ഖലായിഖു മാ ഫിഹാ, അതിലെന്താണ് ഉള്ളത് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു സ്വർഗം, വല്ലാത്തൊരു സ്വർഗമായി എന്ന് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ഉന്നതമായ സ്ഥാനം നൽകി. ആ സ്വർഗത്തിന്റെ അവസ്ഥയാണ് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ
ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന സജദയിൽ പറഞ്ഞതിലെ ഏറ്റവും വലിയ ഭാഗം അവിടെയാണ്. ഇമാം ബൈഹഖി തങ്ങൾ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് കണ്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആമന ബില്ലാഹി വറസൂലിഹി വഅഖാമ الصلاة വസഅമ റമളാൻ ഹഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന. ഒരാൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു, നിസ്കാരം നിലനിർത്തി, നോമ്പ് നോറ്റു എങ്കിൽ ഹഖുൻ ഫഇന്ന ഹഖൻ അലല്ലാഹി, അല്ലാഹു തആലക്ക് ബാധ്യതയാണ് യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിൽ കടത്താൻ. അതായത് അല്ലാഹു ബാധ്യതയായി ഏറ്റിട്ടുണ്ട്, അല്ലാതെ ബാധ്യത ഉണ്ട് എന്നല്ല, അങ്ങനെ ഏറ്റിട്ടുണ്ട് എന്ന്. ജാഹദ ഫീ സബീലില്ലാഹ് ഔ ജലസ ഫീ അർദിഹി അല്ലതി ഉലിദ ഫിഹാ, അവൻ സമരത്തിനിറങ്ങിയാലും വീട്ടിലിരുന്നാലും. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നുബശ്ശിറു നാസ ബിദാലിക, സമരത്തിന് പോയാലും വീട്ടിലിരുന്നാലും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് ഞങ്ങൾ പറയട്ടെ? ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി 100 ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർളി ഫഇന്ന. ഇനി ഇത് നമ്മൾ കൊണ്ട് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. എന്നിട്ട് നബി പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണമേ. ഫഇന്നഹു വസതുൽ ജന്ന വഅലൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ മുന്തിയ ഭാഗവും ഏറ്റവും ഉന്നത സ്ഥാനവുമാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് ഉള്ളത്. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗ്ഗത്തിലെ പുഴകൾ ഒലിച്ചിറങ്ങുന്നത് എന്ന് വേറെ ഒരുപാട് തൊലിയൊക്കെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് എന്ന്. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് ചോദിക്കണമേ. ഫഇന്നഹു സിർറുൽ ജന്ന, നേരത്തെ പറഞ്ഞു സുറത്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പൊക്കളാണ്. ഇപ്പോൾ പറഞ്ഞു ഫഇന്നഹു സിർറുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ രഹസ്യമാണ്. ഏത്? ഫിർദൗസ്. സ്വർഗ്ഗത്തിന്റെ രഹസ്യമാണ് ഏത്? ഫിർദൗസ്. അല്ലാഹു നമ്മളെ ഫിർദൗസിൽ എത്തിക്കട്ടെ. സ്വർഗ്ഗത്തിന്റെ രഹസ്യമുണ്ട്, ആ രഹസ്യ ഭാഗമാണ് ഇത് ഫിർദൗസ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു കമ്പനിക്ക് ഒരു രഹസ്യഭാഗം ഉണ്ടാവും, അതിൻ്റെ അവിടെ എഴുതി വെക്കും ഓഫീസേഴ്സ് ഓൺലി രഹസ്യഭാഗം. ഒരു ഹോട്ടലിലെ രഹസ്യഭാഗം ഉണ്ടാവും, അവിടെ ഉണ്ടാവും വർക്കേഴ്സ് ഓൺലി, അവിടെയാണ് രഹസ്യം. മനസ്സിലായില്ല? അങ്ങനെയല്ലേ? വർക്കേഴ്സ് ഓൺലി, വേറെ ഒരാളെ കയറ്റൂല, ഒഫീഷ്യൽസിനെ മാത്രമേ കയറ്റൂ. ഒരു കമ്പനിയിൽ ഉണ്ടാവും ഓഫീസേഴ്സ് ഓൺലി, ഒരു ഓഫീസിലുണ്ടാവും ഓഫീസേഴ്സ് ഓൺലി. എന്തുകൊണ്ട്? അത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓഫീസിന്റെ ഏറ്റവും രഹസ്യ ഭാഗമാണ് എന്നതുപോലെ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു സിർറുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ രഹസ്യ ഭാഗമാണ്. സ്വർഗ്ഗത്തിന്റെ രഹസ്യ ഭാഗം എന്ത്? ഫിർദൗസ്. പറ, എന്ത്? ഫിർദൗസ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന്. ഫഇന്നഹു സിർറുൽ ജന്ന, ഹബീബായ നബി പറയാണ് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും രഹസ്യ ഭാഗമാണ്. കഖൗലി റജുലി മിൻകും ലിറാഇഹി അലൈക ബിസിർരിൽ വാദി ഫഇന്നഹു അശബുഹു. ഒരാൾ തന്റെ ആടുകളെ മേക്കുന്ന ഒരാളോട് പറയുന്നത് പോലെ നീ ഇന്നാലിന്റെ മലഞ്ചരവിലേക്ക് കൊണ്ടുപോ. അലൈക ബിസിർരിൽ വാദി, ഇന്നാലിന്ന ആ മലയുടെ ഇന്നാലിന്ന ഏരിയയിൽ കൊണ്ടുപോകും. അവിടെ ആടിനും കന്നിനും ഇഷ്ടം പോലെ തിന്നാനുണ്ടാവും. അവിടെ ഒരിക്കലും സാധനം ഒഴിയില്ല. അവിടെ ഉണങ്ങിയാൽ പിന്നെ മല ഉണങ്ങിയെന്നു പറയേണ്ട കാര്യമില്ല. പ്രാന്തപ്രദേശങ്ങളൊക്കെ എപ്പോഴും ഉണങ്ങും. എന്നാൽ താഴ്വാരത്തിൽ ഏറ്റവും രഹസ്യമായ സ്ഥലം ഉണ്ടാവും, വെള്ളത്തോടടുത്ത സ്ഥലം. അവിടെ ഒരിക്കലും എന്താവൂല? ഉണങ്ങൂല. ഒരാൾ തന്റെ ആടിനെയോ
ഒരാൾ തന്റെ ഒട്ടകത്തെയോ മേക്കുന്ന ഒരാളോട് പറയാറുണ്ടല്ലോ, എന്ത് പറയും? അലൈക ബിസിരിൽ വാദി, ഈ മലഞ്ചെരുവിന്റെ രഹസ്യഭാഗത്തേക്ക് പോ, അവിടെ ആടിനെ തിന്നാനുണ്ട്, അവിടെ പിന്നെ ആ ഒട്ടകത്തിന് തിന്നാനുണ്ട് എന്ന് പറയുന്നത് പോലെ. എന്തുകൊണ്ട്? അവിടെ ആ മലഞ്ചെരുവിന്റെ രഹസ്യം അവിടെ ഇരിക്കും, അവിടെയാണ് വെള്ളം. ഒരു മലഞ്ചെരുവിന്റെ ഭംഗി എന്താണ്? ഒരു വെള്ളമുള്ള ഭാഗമാണ്. എന്തുകൊണ്ട്? ഏറ്റവും ഭക്ഷിക്കാൻ അവിടെ ഉണ്ടാവുക, അങ്ങോട്ട് പോ എന്നതുപോലെ ഫിർദൗസാണ് ഏറ്റവും രഹസ്യഭാഗം. ജന്നത്തുൽ ഫിർദൗസാണ് ഏറ്റവും രഹസ്യം അവിടെയാണ് കിട്ടുക. മാത്രമല്ല വേറെയുണ്ട്, മലഞ്ചെരുവിലേക്ക് തീറ്റാൻ പോകുന്ന പറഞ്ഞാൽ അവിടുത്തെ പുല്ലിന്റെ ഇലകൾക്ക് ഒരിക്കലും പച്ചപ്പല്ലാതെ ഉണ്ടാവില്ല, നല്ല പച്ചപ്പ്. പ്രാന്തപ്രദേശത്ത് ഇടയ്ക്ക് ചില ഇലകൾ ഉണങ്ങും, എന്നാൽ മരുപ്പച്ചയുടെ അടുത്ത സ്ഥലത്തുള്ള ഏരിയയിൽ നല്ല തളിർത്ത് നിൽക്കും. അതാണ് ആ മലഞ്ചെരുവിന്റെ രഹസ്യം. ഒരാൾ തന്റെ ഒട്ടകത്തെ മേക്കുന്ന ആളോട് പറയാറുണ്ടല്ലോ, അലൈക ബിസിരിൽ വാദി, നീ ഈ മലഞ്ചെരുവിന്റെ രഹസ്യഭാഗത്തേക്ക് പോ എന്ന് പറയാറുള്ളത് പോലെയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിന്റെ രഹസ്യഭാഗത്തെ ചോദിക്കി. ഏതാ രഹസ്യഭാഗം? ഫിർദൗസ്. അല്ലാഹു തആല നമുക്ക് ഫിർദൗസ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തആല ഫിർദൗസ് തരട്ടെ. അല്ലാഹു നമുക്ക് ഫിർദൗസിനെ തുറന്നു തരട്ടെ. ഞാൻ ഈ ഓതിയത് മുഴുവൻ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയുടെ അൽ ബാഅ്സ് വൻ-നുശൂർ എന്ന കിതാബിൽ നിന്നാണ്. മുഅ്മിനെ ചിന്തിക്കണം എന്ന് മാത്രമല്ല, ഇമാം തബ്റാനി രേഖപ്പെടുത്തുന്ന ഹദീസ് മഹാനായ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്റെ ദുർറുൽ മൻസൂറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. ഫിർദൗസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എന്ന് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ. അവിടെ ജന്നാത്തുൽ ഫിർദൗസ് എന്നാ പറഞ്ഞത്, സ്വർഗലോകങ്ങൾ. ഫിർദൗസ് സ്വർഗങ്ങൾ, ജന്നാത്തുൽ ഫിർദൗസ് എന്നാ. മനസ്സിലായില്ലേ? ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസിന്റെ സ്വർഗലോകങ്ങൾ. അപ്പോൾ ഫിർദൗസ് ഒന്നുമല്ല രണ്ടുമല്ല. മനസ്സിലായില്ലേ? അതിന്റെ പ്രമുഖ ഭാഗം തന്നെ 4 ലോകങ്ങളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വേറെ ഹദീസ് കൊണ്ടുവരുന്നു. എന്താ? സ്വർഗം എന്ന് പറഞ്ഞാൽ അൻ സമറത്ത് ബിൻ ജുന്ദുമിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ഫിർദൗസി ഹിയ റബ്വത്തുൽ ജന്നത്തിൽ ഉലിയ. ഓഹോ, നല്ല വാക്കാണ്. ജന്നത്തുൽ ഫിർദൗസി, ജന്നത്തുൽ ഫിർദൗസ് എന്നുള്ളത് ഹിയ റബ്വത്തുൽ ജന്നത്തിൽ ഉലിയ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായതും ഏറ്റവും മനോഹരമായതും ഏറ്റവും ഉയർന്നതുമായ കുന്നാണ്. റബ്വത്ത് കുന്ന്, റബ്വത്ത് ഒരു കുന്നാണ്. അവിടെ ഒരു ലോകമായിരിക്കും, അതിന്റെ മേലെ വേറുണ്ട്, ഇതവിടെ വേറെ ലോകമായിരിക്കും. റബ്വ കുന്ന്. റബ്വത്തുൽ ജന്നത്തുൽ ഉലിയ, സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസ് ഫീഹാ ഖിയാറുൽ അൻഹാരി വൽ അസ്മാർ. ഏത് തരം പുഴയും അവിടെ ഉണ്ട്, ഏത് തരം പഴങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പ്രത്യേക ലോകമാണത്. ഇത് ഏറ്റവും ഉന്നതമായ ലോകമാണ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ലോകമാണ് ഫിർദൗസ് എന്ന് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി പറഞ്ഞു. ഏറ്റവും ഉന്നതമാണ്. إن في الجنة 100 درجة أعدها الله للمجاهدين في سبيل الله ما بين الدرجتين كما بين السماء والأرض فإذا سألتم الله الجنة فاسألوه الفردوس فإنه أوسط الجنة. സ്വർഗത്തിന്റെ ഏറ്റവും മധ്യഭാഗമാണ് ഫിർദൗസ്. വഅലൽ ജന്ന, ഏറ്റവും ഉന്നത ഭാഗവുമാണ്.
ഏറ്റവും ഉയർന്ന ഭാഗം, ഏറ്റവും ഉന്നതം. വഫൗഖഹു അർശുർ റഹ്മാൻ എന്ന് ഏറ്റവും ഉന്നതമായ ഏരിയ അവിടെയാണ് എന്ന്. അതുകൊണ്ട് ഞെട്ടുന്നില്ല, ചിന്തിക്കുക. അല്ലാഹുവോട് നിങ്ങൾ എപ്പോഴും ഫിർദൗസ് തന്നെ ചോദിക്കുക. അതിന്റെ ഇതിന് സമാനമായ ഒരുപാട് ഹദീത്ത് ബഹുമാനപ്പെട്ട അബൂ നുഐം അൽ-ഇസ്ഫഹാനി തങ്ങൾ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അതിൽ നിന്ന് ചില ഹദീത്ത് വായിക്കാം. ഇത് സിഫത്തുൽ ജന്ന എന്ന കിതാബാണ്. ആരുടെ? ബഹുമാനപ്പെട്ട ഹാഫിൾ അബൂ നുഐമിന്റെ റളിയല്ലാഹു അൻഹു. പ്രഗൽഭ പണ്ഡിതനായ പ്രഗൽഭ ഇമാമായ മഹാനായ ഹാഫിൾ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ സിഫത്തുൽ ജന്ന എന്ന കിതാബാണിത്. എന്താണ് ഫിർദൗസിനെ പറ്റി അവർ പറയുന്നത്? ഇന്നല്ലാഹ കബസ അർളത്തൽ ജന്നത്തിൽ ഫിർദൗസി ബിയദിഹി. അല്ലാഹു തആല പ്രത്യേകമായി തന്റെ കൈകൊണ്ട് സംവിധാനിച്ചു എന്നാണ് ഫിർദൗസ്. തന്റെ ബിയദിഹി, തന്റെ കൈകൊണ്ട് സംവിധാനിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി അല്ലാഹു തആല സംവിധാനിച്ചു എന്നർത്ഥം. മനസ്സിലായില്ലേ? കൈകൊണ്ടെന്നാൽ കൈകൊണ്ട് നമ്മൾ വിചാരിച്ച കൈയല്ല, നമ്മളെ കൈ പോലത്തെ കൈയല്ല. പക്ഷേ അല്ലാഹു തആല നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ പ്രത്യേകമായ എതുകൊണ്ട് അല്ലാഹു തആല സംവിധാനിച്ച സ്വർഗലോകമാണ് ഏത്? ഫിർദൗസ്. ഇങ്ങോട്ട് നോക്കേ, അതിന്റെ രസം കേട്ടോ. എന്നിട്ട് അല്ലാഹു തആല സ്വർഗത്തെ ഉണ്ടാക്കിയത് ലബിനത്തൻ മിൻ ദഹബിൻ മുസഫ, അതിശുദ്ധമായ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടാണ്. ലബിനത്തൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഇഷ്ടിക. മുസഫ, ഏറെ പ്യൂറായ സ്വർണം, പ്യൂർ സ്വർണം. 916 അല്ല, 1836 അല്ല. ഇന്ന് ഭൂമി കണ്ടിട്ടില്ലാത്ത പ്യൂറായ സ്വർണം. ഈ സ്വർണം അവിടെ എത്തിക്കൊണ്ട് നമ്മളെ ഭൂമിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന സ്വർണം സ്വർഗത്തിലെത്തിയാൽ അത് മണ്ണായി ഒളിച്ചത്. അതാണത്. മനസ്സിലായില്ലേ? പറഞ്ഞ അത്രയും അതാണ് അവിടുത്തെ സ്വർണം. അല്ലാഹു തആല ശുദ്ധമായ സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്തിനെ? സ്വർഗത്തെ. ലബിനത്തുൻ ബനഹ ലബിന ബിനബിനത്തിൻ മിൻ ദഹബിൻ മുസഫ വബിലബിനത്തിൻ മിൻ മിസ്കിൻ മുദറ. ഏറ്റവും മനോഹരമായ കസ്തൂരിയുടെ ഇഷ്ടികയുമാണ്. കസ്തൂരിയുടെ ഇഷ്ടിക. കസ്തൂരിയെ എന്താക്കിന്നറിയോ? കസ്തൂരിയെ കുഴച്ച് എന്നിട്ട് കസ്തൂരി കൊണ്ട് എന്തുണ്ടാക്കി? ഇഷ്ടിക ഉണ്ടാക്കി. സ്വർണത്തിന്റെ ഇഷ്ടികയും കസ്തൂരി മണ്ണിന്റെ ഇഷ്ടിക, അതിനാൽ കസ്തൂരി ഒരു ഇഷ്ടികയാക്കി എന്ന്. ഏറ്റവും മേത്തരം പഴങ്ങൾ അവിടെയാണ് അല്ലാഹു തആല വളർത്തിയിട്ടുള്ളത്. നട്ടുപിടിപ്പിച്ചു എന്ന അർത്ഥത്തിലാ എന്ന് പറഞ്ഞത്. അള്ളാഹു നട്ടുപിടിപ്പിച്ചു. അതിനൊക്കെ മുറാദ് അള്ളാഹ്ക്കേ അറിയൂ, നമുക്കറിയൂല. പക്ഷെ പദങ്ങനെയാണ്. അവിടുത്തെ റൈഹാന അല്ലാഹു തആല ഏറ്റവും മനോഹരമാക്കി. അതിലെ ഫിർദൗസ് എന്ന സ്ഥലത്തെ റൈഹാൻ ചെടിയെ അല്ലാഹു ഏറെ മനോഹരമായ സൗഗന്ധികങ്ങളുള്ള റൈഹാനാക്കി എന്ന്. അതിൽ ഒരുപാട് പുഴകളെ അല്ലാഹു ഒഴുക്കുകയും ചെയ്തു. പിന്നെ എല്ലാം അല്ലാഹു തആല പൂർത്തിയാക്കി എന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ ഔഫാ റബ്ബുനാ അലാ അർശിഹി, അല്ലാഹു തന്റെ അർശിന്റെ മേൽ അധികാരിയായി. ഫനദറ ഇലൈഹാ, എന്നിട്ട് താൻ പ്രത്യേകമായി സംവിധാനിച്ച ആ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് അല്ലാഹു ഒന്ന് നോക്കി. എന്നിട്ട് ഫഖാല അല്ലാഹു പറഞ്ഞു, ഇസ്സത്തി,
എന്റെ പ്രതാപമാണേ സത്യം. ലാ യുദ്ഖിലുക മുദമിനു ഖംറിൻ, ഒരു കള്ളുകുടിയനെ നിന്നിലേക്ക് ഞാൻ കേറ്റൂല. വലാ മുസിറുൻ അല സിന, വ്യഭിചാരത്തിന്മേൽ വൃത്തികേടിന്മേൽ സ്ഥിരമായി നടക്കുന്നവരെ ഞാൻ നിൽ കേറ്റൂല. ഒരു കള്ളുകുടിയൻ അവിടെ എത്തുകയില്ല, ഒരു പെണ്ണുപിടിയൻ അവിടെ എത്തുകയില്ല. അഥവാ മനസ്സിലായില്ലേ പറഞ്ഞത്? അത് അത്രയും ഉന്നതമായ ലോകമാണെന്നർത്ഥം. സ്വർഗമേ, ഫിർദൗസേ, നിന്നിൽ ഞാൻ പ്രവേശിപ്പിക്കുകയില്ല. ആരെ? മുദമിനു ഖംറിൻ, കള്ളു കുടിച്ച് മത്താടി നടക്കുന്നവരെ നിന്നിൽ കേറ്റുകയില്ല. വലാ മുസിറുൻ അല സിനാ, പെണ്ണുപിടിയന്മാരെയും തമ്മാടികളെയും കേറ്റൂല. അത്രയും നല്ല സ്വർഗമാണത് എന്ന് അള്ളാഹു അതിലേക്ക് നോക്കി പറഞ്ഞു. തന്റെ കൈകൊണ്ട് അള്ളാഹു ആലം എന്താണ് ഇതിന്റെ അർത്ഥം? തൻ പ്രത്യേകമായി അത് സംവിധാനിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ അധികാരിയായി. എന്നിട്ട് അള്ളാഹു തആല ആ അർശിൽ, മനസ്സിലായില്ല, അർശിൽ വെച്ച് ആ സ്വർഗത്തിലേക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും കള്ളുകൂടി നിന്നിലെത്തൂല, ഒരിക്കലും വിചാരി നിന്നിലെത്തൂല. കാരണം അത്രയും ഉന്നതാണ് എന്ന് അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ സിഫത്തുൽ ജന്ന എന്ന കിതാബിൽ നിന്നാണ് വായിക്കുന്നത്. എന്ന് സല്ലല്ലാഹുൽ ഫിർദൗസ ഫഇന്നഹാ സുറത്തുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ പുക്കിലാണ്. വഇന്ന അഹ്ലൽ ഫിർദൗസി ലയസ്മഊന അതീഖൽ അർശി, അർശിൽ നടക്കുന്ന അവിടുത്തെ എല്ലാ ശബ്ദവും ആര് കേൾക്കും? അർശിന്റെ ശബ്ദം, അർശിന്റെ ശബ്ദം വരെ ഫിർദൗസ് വാസികൾ കേൾക്കും. ഏറ്റവും ഉന്നതമാണത് എന്ന്. ജിനാനുൽ ഫിർദൗസി അർബഉൻ ജന്നതാനി മിൻ ദഹബിൻ ലിസ്സാബിഖീന വജന്നതാനി മിൻ ഫിദ്ദത്തിൻ ലിത്താബിഈന വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം ഇല്ലാ നിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹിഹി. എപ്പോഴും റബ്ബിനെ നോക്കിയിരിക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എപ്പോഴും റബ്ബിനെ കാണാം, അവിടെ സൗകര്യമുണ്ട്. റബ്ബിനെ സദാ നേരവും കാണാൻ അത്രയും ഉന്നതമായ ലോകമാണ് എന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏറ്റവും സമുന്നതമാക്കി. വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം ഇല്ലാ റിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹിഹി. പ്രത്യേകമായ സ്വർഗമാണത്. അല്ലാഹുവിന്റെ അർശിലേക്ക് നോക്കിയിരിക്കാൻ അവർക്ക് പ്രത്യേകമായ സൗകര്യമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതാണ് ജന്നത്തുൽ ഫിർദൗസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിയ ആളുകളെ പ്രത്യേകമായി ആദരിക്കുന്നവരെ മാത്രമാണ് ഫിർദൗസിലെത്തുക. അല്ലാഹു തആല ഫിർദൗസിലെത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഫിർദൗസിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. ചിന്തിക്കണം, ഫിർദൗസിലെത്താൻ എന്ത് ചെയ്യണം? മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർക്കാണ്, അമ്പിയാക്കൾക്കാണ്, സിദ്ദീഖീങ്ങൾക്കാണ്. അതേപോലെ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ സത്യമാർഗത്തില്, മഹത്തായ ഇസ്ലാമിന്റെ മാർഗത്തിൽ, ബഹുമാന മാർഗത്തിൽ ഏറെ സമരം ചെയ്യാൻ മനസ്സുള്ള ആളുകൾ, മുന്നോട്ട് വരുന്ന ആളുകൾ, അവരുടെ താമസ സ്ഥലമാണ് ഏത്? ഫിർദൗസ്. അപ്പോൾ ഏറെ ത്യാഗികളാണ് അങ്ങനെ അവിടെ എത്തുക. ത്യാഗം ചെയ്യണം, ത്യാഗം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കണം, ഏറെ ത്യാഗികളാണ് അവിടെ എത്തുന്നത്. ത്യാഗികളാകണം, ഏറെ ത്യാഗികള്. ഹബീബായ നബി പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ, ഫിർദൗസിലെ സ്ഥിരതാമസക്കാർ അമ്പിയാക്കളാണ്.
പിന്നെ സിദ്ദീഖീങ്ങളെന്ന് ഔലിയാക്കളാണ്, പിന്നെ ശുഹദാക്കളാണ്. പിന്നെ ആരെങ്കിലും ഫിർദൗസിൽ താമസിക്കാറുണ്ടോ? ഉണ്ട്. ആരാ? അൽ മുതവാളിഊന ലില്ലാഹ്, വിനയം ജീവിതമാർഗമായി സ്വീകരിച്ചവര്. മൻ തവാലഅ റഫഅഹുല്ലാഹ്, വിനയം കാണിക്കുന്നവരെ അല്ലാഹു തആല ഉയർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതായത് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് അവർക്കുണ്ടാവുക എന്ന് സാരം. മനസ്സിലായില്ല? ഫിർദൗസിലെത്തണമെങ്കിൽ എന്ത് വേണം? വിനയാന്വിതനാവണം. അഹങ്കാരികൾ അവിടെ എത്തുകയില്ല. മൻ തവാലഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. അഹങ്കാരികളെ അല്ലാഹു ഇടിച്ചു താഴ്ത്തും, വിനയാന്വിതരെ അല്ലാഹു ഉയർത്തും. ഏറ്റവും ഉയർത്തൽ എവിടെയാണ്? ഫിർദൗസിൽ. മനസ്സിലായില്ലേ? അമ്പിയാക്കൾ, മുടോക്ക് അമ്പിയാക്കൾ, പിന്നെ ശുഹദാക്കൾ, ഔലിയാക്കളാവുന്ന സിദ്ദീഖുകൾ, അവരല്ലാതെ ആരെങ്കിലും ഫിർദൗസിൽ താമസിക്കാറുണ്ടോ? ഉണ്ട്. ആരൊക്കെ താമസിക്കും? ഒന്ന് മുതവാളിഊന ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിക്കുന്ന ആളുകൾ. സാധുക്കളോട് വിനയം കാണിക്കാം. മുതലാളിമാരോട് ആര് വിനയം കാണിക്കും? മൊയിലിന് വേണ്ടിയാണ്. ഭരണാധികാരികളോട് ആരും വിനയം കാണിക്കും? അതവരെ പേടിച്ചിട്ടാണ്. നേതാക്കളോട് ആരും വിനയം കാണിക്കും? അവരെ പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഷർറിനെ പേടിച്ചിട്ട് മനുഷ്യനെ പേടിക്കുന്ന കാലമാണിത്. ചിന്തിക്ക്. അപ്പോൾ നേതാക്കന്മാരോട് വിനയം കാണിക്കും. ഒന്നേ നേതാക്കന്മാരിന് ലഭിക്കുന്ന നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഷർറിനെ തടയാൻ വേണ്ടിയെങ്കിലും അവരോട് വിനയം കാണിക്കും. മുതലാളിമാരോട് വിനയം കാണിക്കും. എന്തിന്? പണത്തിന് വേണ്ടി. നിയമപാലകര് പോലീസുകാരോട് വിനയം കാണിക്കും, അവരെ കയ്യിലുള്ള ദണ്ഡിനെ പേടിച്ച്. അധികാരികളോട് വിനയം കാണിക്കും. എന്തുകൊണ്ട്? അവരധികാരികൾ ആയതുകൊണ്ട്. എന്നാൽ മിസ്കിന്മാരോട് വിനയം കാണിക്കൽ മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളെ മിസ്കിന്മാരോട് വിനയം കാണിക്കൂ. ഇങ്ങോട്ട് നോക്ക്. താഴെയുള്ള ആളുകളോട് വിനയം കാണിക്കുക, ദുർബലരോട് വിനയം കാണിക്കുക, ദുർബലരെ സഹായിക്കുക, ദുർബലരെ ഉയർത്തിയെടുക്കാൻ നോക്കുക, ദുർബലരെ സഹായിക്കുക. ഇത്തരം ആളുകൾ ദുർബലരോട് വിനയം കാണിക്കുക. ഇത് മുഅ്മിനീങ്ങളെ ചെയ്യൂ. അവരെ അല്ലാഹു തആല എവിടേക്ക് എത്തിക്കും? ഫിർദൗസിൽ. മറ്റ് നേതാക്കന്മാരോട് ആരും വിനയം കാണിക്കൂലേ? ഒന്നിരിക്കൽ അവർ വിനയം കാണിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിലോ വിനയം കാണിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് ഷർറുണ്ടാവും. അതല്ലേ കാലം? എന്ന കാലമാണല്ലോ ഇത്. അപ്പൊ നേതാക്കന്മാരോട് ആരും വിനയം കാണിക്കും? മിസ്കിന്മാരോട് ആരും വിനയം കാണിക്കുക? മനസ്സിലായില്ലേ പറഞ്ഞത്? അതാരാണ് എന്ന്. പിന്നെ ഇങ്ങോട്ട് നോക്ക്. ഫിർദൗസിലെത്തുന്ന മറ്റൊരു കൂട്ടർ ആരാണ്? അവര് മറ്റാരുമല്ല. അവര് അൽ മുസ്ബിറു അലൽ ബലാ, അസ്സാബിറു അലൽ ബലാ. അസ്സാബിറു അലൽ ബലാ, പരീക്ഷണത്തിൽ ക്ഷമിച്ചോര്. മനസ്സിലായില്ലേ? ക്ഷമിക്കുന്നതിനനുസരിച്ച് റഫഅ അല്ലാഹു ദറജതഹു വമുഹയത് ഖതിഅതുഹു. മനസ്സിലായില്ലേ? വമഹല്ലാഹു ഖതിഅതഹു വറഫഅ അല്ലാഹു ദറജതഹു. എന്തിനനുസരിച്ച്? പരിക്ഷമിക്കുന്നതിനനുസരിച്ച്. ഇന്നല്ലാഹ മഅസ്സബിരീൻ. സാബിറായ ആൾ അള്ളാഹ് കൂടെ തന്നെ നിർത്തും. അള്ളാഹിന്റെ കൂടെ എന്ന് പറയാവുന്ന സ്ഥലമാണ് ഏത്? ഫിർദൗസ്. ഫിർദൗസിന്റെ മുകൾ ഭാഗം എന്താണ്? അർശ്. മനസ്സിലായില്ലേ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഏത് വിഷയത്തിൽ ക്ഷമാശീലരാവുക. ഫിർദൗസിലെത്തണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. നല്ല ക്ഷമ വേണം. അസ്സബ്റു അലൽ ബലാ. ഏത് പരീക്ഷണ ഘട്ടത്തിലും ക്ഷമിക്കണം. എന്നാൽ ഫിർദൗസിലെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. മനസ്സിലായില്ലേ പറഞ്ഞ? ചിന്തിക്കണം. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുക, ക്ഷമിക്കുക എന്ന്. പിന്നെയോ പിന്നേരാ ഫിർദൗസിലെത്താൻ ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിനെ തഫക്കുറിലൂടെ തദക്കുറിലാവുക. ചിന്തിച്ചതാക്കിയത് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ദാക്കിറാവുക. അതാണ് ഏറ്റവും വലിയ ദിക്ർ.
അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഉഹാ ഫീ ദറജാതികും. ഏറ്റവും വലിയ അമല്, ഏറ്റവും പരിശുദ്ധമായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശുദ്ധമായത്, പിന്നെ വഅർഫഉഹാ ഫീ ദറജാതികും, ദർജയിൽ ഏറ്റവും ഉയർന്ന ദർജ കിട്ടാനുള്ള മാർഗം. വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും ചെലവാക്കുന്നതിനേക്കാളും നല്ലതെന്താ? വഖൈറുൻ ലക്കും, നിങ്ങൾക്ക് നല്ലത്, അൻ തൽഖു അദുവക്കും ഫതുദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും, നിങ്ങൾ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് എന്താ? ദിക്റുല്ലാഹ്. മനസ്സിലായില്ലേ? അതായത് അള്ളാഹിന്റെ നിഅമത്തിനെ ചിന്തിച്ചുകൊണ്ട്, അള്ളാഹിന്റെ പരിശുദ്ധിയെ ആലോചിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അള്ളാഹുവിന്റെ നിഅമത്തിനെ ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അള്ളാഹിന്റെ വലിപ്പത്തരത്തിന്റെയും മഹത്വത്തെ ആലോചിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ കിബ്രിയാ അളമത്തിനെ ഓർത്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ദറജ ഏറ്റുന്ന സാധനമാണ് എന്ത്? അള്ളാഹുവിനെ ആലോചിച്ച് ദാക്കിറാവുക, വിനയം കാണിക്കുക, സബർ ചെയ്യുക. ഇതൊക്കെ ഫിർദൗസിലെത്താനുള്ള വഴിയാണ്. പിന്നെയോ ചിന്തിച്ച് ദാക്കിറാവുക, ദിക്ർ, സ്വലാത്ത്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യാം. നമ്മുടെ നിസാലത്വം, അള്ളാഹുവിന്റെ വൽപ്പത്തരം, ഇതൊക്കെ ചെയ്യുക. പിന്നെയോ പിന്നെ ഫിർദൗസിലെത്താനുള്ള വേറൊരു വഴി എന്താ? പിന്നെന്താ? പിന്നെ ത്വലബുൽ ഇൽമി ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഇൽമ പഠിക്കുക, അല്ലാഹുവിന് വേണ്ടി ഇൽമ പഠിക്കുക. യർഫഉല്ലാഹു അല്ലദീന ആമനു, എങ്ങനെയായിട്ട് യർഫഉല്ലാഹു അല്ലദീന ആമനു, എങ്ങനെയായിട്ട് യർഫഉല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിജ്ഞാനികൾക്ക് അല്ലാഹു തആല വലിയ ദർജ കൊടുക്കും. അപ്പൊ ഏറ്റവും വലിയ ദർജ ഏതാ? ഫിർദൗസ് എത്തിക്കും. പക്ഷേ തഅല്ലമ ലില്ലാഹ്, പഠിച്ചത് ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന്റെ ഇൽമ പഠിച്ചു, പക്ഷെ പഠിച്ചത് ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി, ജനങ്ങളുടെ അടുക്കൽ പറയപ്പെടാൻ അല്ല. അതൊക്കെ മനുഷ്യനെ ഫിർദൗസിലെത്തിക്കും എന്ന്. പിന്നെയോ പിന്നെ ഒരു മനുഷ്യൻ ഫിർദൗസിലെത്താനുള്ള മറ്റൊരു കാരണം എന്താണ്? മറ്റൊരു കാരണം വകസറത്തു സുജൂദി ലില്ലാഹ്, വകസറത്തു സുജൂദി ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സുജൂദിനെ പെരുപ്പിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന് വേണ്ടി, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി സുജൂദിനെ പെരുപ്പിക്കുക എന്ന് ഹബീബായ നബി പറഞ്ഞു. അലൈക ബികസറത്തി സുജൂദി, സുജൂദിനെ നീ കൂടുതൽ പെരുപ്പിക്കുക. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദാ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജാ. നീ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ അതിനനുസരിച്ച് നിന്റെ ദറജകളെ അല്ലാഹു തആല ഉയർത്തി തരും. ഏറ്റവും ഉയർത്തിയത് എവിടെയാ? ഫിർദൗസ്. ഇവിടെയൊക്കെ എവിടെത്തും? ഫിർദൗസിലെത്തും. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ മാത്രമല്ല, ഉലമാക്കൾ, ഏറെ സുന്നത്ത് നിസ്കരിച്ചോര്, അള്ളാഹ്ക്ക് വേണ്ടി ഏറെ അള്ളാഹ്ക്ക് വേണ്ടി ഇൽമ പഠിച്ചോര്, ഏറെ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചോര്, ഏറെ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ വജീനെ അള്ളാഹിനെ ഓർത്ത് ദിക്റല്ലോര്, ദുനിയാവിനെയും ദുനിയാവിന് കിട്ടാവുന്ന നേട്ടങ്ങളെ ഓർത്ത് ദിക്റല്ലല്ല, ജനങ്ങളെ എനിക്ക് തരാവുന്ന സ്ഥാനമാനങ്ങളെ ഓർത്ത് ദിക്റല്ലല്ല, അള്ളാഹിനെ ഓർത്ത് ദിക്റില്ല. എന്ന് പിന്നെന്താണ്? സ്വർഗത്തിൽ ഏറെ ദറജ കിട്ടാനുള്ള ഒരു മാർഗം എന്താണ്? വബിഹുസ്നിൽ ഖുലുഖി, ഏറ്റവും നല്ല സൽസ്വഭാവം. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹുവിന്റെ മീസാനിൽ അസ്ഖൽ മാ ഫിൽ മീസാൻ, തുലാസിൽ കനം തൂങ്ങുക. അൽ ഖുലുഖുൽ ഹസനു, സൽസ്വഭാവമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അപ്പോൾ ഫിർദൗസിലെത്താനുള്ള വഴി, ഫിർദൗസ് പറഞ്ഞാൽ പോരാ, അവിടെ എങ്ങനെ എത്തും നമ്മൾ ആലോചിക്കണം. നല്ല സൽസ്വഭാവം ഇപ്പൊ കുറെ പറഞ്ഞില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഫിർദൗസിലെത്താൻ എന്തൊക്കെ ചെയ്യേണ്ടത്? സൽസ്വഭാവം.
ഫിർദൗസിന് വേണ്ടി അള്ളാഹിനോട് എപ്പോഴും ദ്വാരക്കുക, വിനയം കാണിക്കുക, സാധുക്കളോട് കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുക, ഒരു സ്ഥാനത്തിൽ അഹങ്കരിക്കാതിരിക്കുക, സാധുക്കളെ പരിഗണിക്കുക, ഏതൊരു സ്ഥാനത്തോളം പരിഗണിക്കുക, സാധുക്കളെ പരിഗണിക്കുക. സാധുക്കളെ പരിഗണിക്കും. കഴിവുള്ള ഒരു സാധുക്കളെ പരിഗണിക്കലാണ് വൽപ്പത്തരം. അതാ വൽപ്പത്തരം. ചിന്തിക്ക്, അതാണ് അള്ളാഹിന്റെ അടുക്കൽ ഉന്നതം എന്ന്. പിന്നെന്താ? അങ്ങാടിയിലാണെങ്കിലും അള്ളാഹിനെ മറക്കാതിരിക്കുക. അങ്ങാടിയിലെത്തിയാൽ മനുഷ്യന്മാരൊക്കെ മറക്കും, പെണ്ണുങ്ങൾ കുട്ടികൾ വരെ മറക്കും. ആ സമയത്തും ദുആ സൂഖി, അങ്ങാടിയിലെ ദുആ. മനസ്സിലായില്ലേ? അങ്ങാടിയിലെ ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ഇവിടുത്തെ ദുആ. അങ്ങാടിയിലെ ദുആ കുറച്ച് കൂട്ടാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദുആ. ഈ ദുആയാണ് അങ്ങാടിയിലെ ദുആ. ഒരാൾ അങ്ങാടി കയറിയ പിന്നെ അവന്റെ മനസ്സൊക്കെ മറന്നു, എല്ലാം മറക്കും. ആ നേരത്തെ ഒരാൾ അങ്ങാടിയിലെ ദുആ മറന്നിട്ടില്ല, അപ്പോൾ അവന്റെ മനസ്സിൽ ആരുണ്ട്? അല്ലാഹുണ്ട്. അൽഫിർദൗസിലെത്തും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. പിന്നെയോ ഫിർദൗസിലെത്താനുള്ള മറ്റൊരു ഇസ്തിഗ്ഫാറുൽ വലദി ലിഅബീഹി വ ഉമ്മിഹി. മാക്കും ബാപ്പാക്കും വേണ്ടി പൊറുക്കലിനെ തേടുക. മക്കൾ പൊറുക്കലിനെ തേടുക. ആർക്ക് വേണ്ടി? പറമക്കളെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി പൊറുക്കലിനെ തേടുക. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാക്കും ബാപ്പാക്കും പൊറുക്കലിനെ തേടുക. അവർ ജീവിച്ചാലും മരിച്ചാലും, ജീവിച്ചമ്മാക്കും ബാപ്പാക്കും മരിച്ചമ്മാക്കും ഒക്കെ പൊറുക്കലിനെ തേടുക. അള്ളാന്റെ അമ്മ കൊടുത്തു കൊടുക്കണമേ, അള്ളാന്റെ അപ്പ കൊടുത്തു കൊടുക്കണമേ എന്ന് പറയാ. എന്നാ അത് കാരണം നീ എവിടെ എത്തും? പറ, എവിടെ എത്തും? അവരെത്തും, ഞാനും എത്തും, നീ എത്തും, ഒക്കെ എത്തും. ബാബുത്തല എത്തിച്ചേർത്തെ. ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി പൊറുക്കലിനെ തേടുക. റബ്ബേ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ, റബ്ബേ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്താൽ ആ മനുഷ്യൻ ആ ഇസ്തിഗ്ഫാർ കാരണത്താൽ ബാപ്പാക്കും ഉമ്മാക്കും പൊറുക്കലിനെ തേടുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. എന്തേ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നീ ഞാൻ ഏകനാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് അടുത്ത് പറയാനുള്ളത് നീ ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യണമെന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ. ശ്രദ്ധിച്ചോ? ഇങ്ങോട്ട് നോക്കടോ. മനസ്സിലായോ പറഞ്ഞത്? സുജൂദ് റുക്കൂഅൊക്കെ എല്ലാവരും ചെയ്യും. ബാപ്പാനിമാനി കടിച്ചറച്ച് പോലെ സംസാരിക്കുള്ളൂ. അങ്ങനത്തെ ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തില്. നിസ്കാരത്തിൽ എന്റെ തഴമ്പൊക്കെ ഉണ്ടാവും. ചെമ്മാക്ക് ബാപ്പാനി മറവ് ചെയ്ത് പോന്നിട്ടേ കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടാവും. ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തവര്. മനസ്സിലായോ? ഉമ്മാന്റെ ഖബർ എവിടെയാണ്, ബാപ്പാന്റെ ഖബർ എവിടെയാണ് എന്ന് ഇപ്പോൾ മുക്രിക്കാക്കാനോട് ചോദിച്ചറിയേണ്ടവര്. മുക്രിയോട് കേൾക്കേണ്ടി ചില ആളുകൾക്ക്. സിയാറത്തുൽ അഹ്ബാബി, ഇഷ്ടപ്പെട്ടവരെ സന്ദർശിക്കുക എന്നത് അള്ളാഹുവിലേക്കുള്ളൊരു ഖുർബത്താണ്, അള്ളാഹുവിലേക്കുള്ളൊരു അമലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാ? ഉമ്മയും ബാപ്പയും അല്ലാതെ ആരാ? നമ്മളാകാൻ കാരണം ആരോടോ പറയാം. നമ്മളിവിടെ ഈ രൂപത്തിൽ ഇരിക്കുന്ന ഈ കാരണക്കാരൻ ആരാണത്? ഉമ്മയും ബാപ്പയും അല്ലാതെ ആരാണ്? അപ്പൊ ആരെ മറക്കരുത്? പറ കുട്ടി, ആരെ മറക്കരുത്? അമ്മായും ബാപ്പയും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ആരായാലും മറക്കരുത്. അവനാരായാലും, അവൻ എത്ര വലിയ ഷെയ്ഖുൽ മശായിഖ് ആണെങ്കിലും അവന്റെ കാലിന്റെ മേലെ ഉമ്മാന്റെ കാലാണ്, അവന്റെ ബാപ്പാന്റെ കാലുമാണ്. ഉമ്മാന്റെ കാല് കാലിന്റെ മേലെന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ കാലല്ല. നിങ്ങൾ വിചാരിച്ച് എന്താണ് വിചാരിച്ച്? ഉമ്മാന്റെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ കാലോ? ബാപ്പ ആരാന്ന് വിചാരിച്ച്? മനസ്സിലായോ പറഞ്ഞത്? ഉമ്മാന്റെ കാലിന്റെ താഴെ സ്വർഗമാണെങ്കിൽ ബാപ്പാന്റെ കാലിന്റെ രണ്ടത്ര താഴെയാണ് സ്വർഗം. എന്ത് ബാപ്പ? ഈ ഉമ്മാക്ക് വരെ നമ്മളേക്ക് ഒരു അന്നം തരാൻ കഴിഞ്ഞത് ആര് കൊടുത്തിട്ടാണ്? ആര് കഷ്ടപ്പെട്ടിട്ടാണ്? ആര് ഓടിയിട്ട പറയടോ? ബാപ്പ എന്താണെന്ന് നിസ്സാരോ? ചില ആളുകൾ ഉമ്മാന്റെ കുട്ടികളായിരിക്കും, ബാപ്പാനെ തിരിഞ്ഞു നോക്കൂല. മനസ്സിലായോ? ഉമ്മ ബാപ്പ കൊണ്ടുപോയത് അടുപ്പത്ത് ചൂടാക്കി തന്നല്ലേ ഉള്ളൂ.
ഉമ്മാന്റെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചു, മുല കൂട്ടി, ആ 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ആരാ കഷ്ടപ്പാട്? ബാപ്പല്ലോട് നമ്മളെ ആളാക്കിയത്. എങ്ങനെയാണ് ബാപ്പനെ മറക്കുക? ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ കാലിന്റെ 2 വട്ടം ചോട്ടിലാണ് സ്വർഗം എന്നാണ് അർത്ഥം. ബാപ്പ ആരാ? സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പയാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക. ഉമ്മ എത്ര പ്രധാനാണോ അത്ര പ്രധാനാണ് ആരും. പറയടാ, ഉമ്മ എത്ര പ്രധാനാണോ അത്ര പ്രധാനാണ് ആരും, ബാപ്പയും. എന്റെ താടിയൊക്കെ നരച്ചിട്ടാണ് എൻ്റെ വാപ്പ മരിച്ചത്. ഇപ്പോഴും എത്തിമാന്ന് എൻ്റെ വിചാരം. ഒരു സുഖം ജീവിതത്തിലില്ല. എൻ്റെ വാപ്പ മരിച്ചിട്ട് 3 കൊല്ലമായി. ഒരു സുഖം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എൻ്റെ വാപ്പ മരിച്ചിട്ട് 3 കൊല്ലമായി. ഇതുവരെ ജീവിതത്തിൽ സുഖമില്ല. ഇനി സുഖം ഉണ്ടാകാനും പോണില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം ബാപ്പയാണ്. എന്തുകൊണ്ട്? ഏതൊരു പ്രശ്നവും ബാപ്പ ഏറ്റെടുക്കും. ബാപ്പ ഒരു സ്ഥാനത്ത് നിന്നാൽ അതിന്റെ മേലൊരാൾക്ക് പറയാൻ കഴിയില്ല. ബാപ്പ ചിറക് വിടർച്ച് നിന്നാൽ ഒരു പരുന്ത് നമ്മളെ റഞ്ചൂല. മനസ്സിലായി പറഞ്ഞ ബാപ്പ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ച്? മനസ്സിലായില്ലേ? സ്വർഗത്തിലെ ഏറ്റവും നടുവിലെ വാതിൽ ബാപ്പയാണ്. മാന്റെ കാലിനോട്ടിലാ സ്വർഗം തന്നാൽ ബാപ്പ നിങ്ങളെ കുട്ടിക്കളിയാന്ന് വിചാരിക്കണ്ട. സ്വർഗത്തിലെ നടുവിലെ വാതിൽ ആരാണ്? ബാപ്പയാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? നടുവിലെ വാതിൽ ബാപ്പയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയും തടയും ഇങ്ങനെയും തടയും. വാതിൽ നടുവിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ പറയടൂ, വാതിലിന്റെ സൈഡിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അതിലൂടെ പോകുന്ന ആളെ കയറ്റാൻ കഴിയില്ലെന്നല്ലേ ഉള്ളൂ. വാതിലിന്റെ നടുവിൽ ഒരാൾ എന്നാലോ ഇങ്ങനെയും തടയും ഇങ്ങനെയും തടയും. ഏതാളെയും സ്വർഗപ്രവേശത്തെ തടയാൻ ആർക്ക് കഴിയും? വാപ്പ കഴിയും. തള്ളി ഉന്തിക്ക് കയറ്റാനും കഴിയാൻ ഒത്ത നടുവില വാപ്പ. തള്ളി ഉന്തി കയറ്റാനും വാപ്പാക്ക് കഴിയും, തടയാനും കഴിയും. ആർക്ക് കഴിയും? വാപ്പ കഴിയും. അപ്പോൾ ഒരു മനുഷ്യന് ഫിർദൗസ് ലഭിക്കും. എന്തുകൊണ്ട്? ഉമ്മാക്കും ബാപ്പാക്കും എപ്പോഴും ദ്വാരക്ക. എന്നാ സ്വർഗത്തിലെത്തും. സ്വർഗത്തിലല്ല, എവിടെത്തും? സ്വർഗത്തിൽ തന്നെ എവിടെത്തും? പറ, എവിടെത്തും? ഫിർദൗസ്. തൗഫീഖ് തരട്ടെ. അത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. വാപ്പ എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ച്? അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെല്ലാവരും വാപ്പാർക്ക് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. പിന്നെയോ ഫിർദൗസ് കിട്ടാനുള്ള മറ്റൊരു മാർഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ വാക്കും കൂടി. മഹബ്ബത്തുൻ നബിയിൽ മുസ്തഫ വ മഹബ്ബത്തു അംബിയാഇഹി വ മഹബ്ബത്തു ഔലിയാഇഹി. എന്തുകൊണ്ട്? അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാൾ ആരെ സ്നേഹിച്ചോ അയാളെ കൂടെ ആയിരിക്കും. നമ്മൾ ഒരാളെ സ്നേഹിച്ചു, അയാൾ ഫിർദൗസിലാണെങ്കിൽ നമ്മൾ അവിടെ എത്തും. മഹബ്ബത്തു അംബിയാഇഹി, അല്ലാഹുവിന്റെ അംബിയാക്കളെ സ്നേഹിക്കുക. വ ഔലിയാഇഹി, ഔലിയാക്കളെ സ്നേഹിക്കുക. വ മഹബ്ബത്തു ശുഹദാഇ ദീനില്ലാ, ബദരീങ്ങളെ സ്നേഹിക്കുക. ബദരീങ്ങളെ സ്നേഹിക്കണം എന്തിനാണ്? നമ്മൾ ഒന്നും മനസ്സിലാക്കാത്ത വിദ്യകളുണ്ട് ഈ ലോകത്തെ, അവരുണ്ട് ഈ ദുനിയാവിൽ. ഇതിനോട് നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കണം. പറ, ബദരീങ്ങളെ സ്നേഹിക്കണം എന്തിനാ? പറ, ബദരീങ്ങൾ എന്തിനാ സ്നേഹിക്കണം? അവരെവിടെ? അവർ ഫിർദൗസിന്റെ മേലെ തട്ടിൽ. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ അയാൾ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ ഇരിക്കും. ബദരീങ്ങളെ ഒരാൾ ബദരീങ്ങൾ എന്താ? ബദർ ദിനം എന്ന് പറഞ്ഞാൽ എന്താ? ബദർ ദിനം എന്ന് പറഞ്ഞാൽ എന്താ? ബദരീങ്ങൾക്കും കൂടി പ്രതിഫലം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? സദഖ ചെയ്ത് ദാനം ചെയ്യുക. അതിന്റെ കൂലി ഹദിയാക്ക ആർക്ക്? ബദരീങ്ങൾക്ക്. റബ്ബേ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്ത്? അവർ നമ്മളെ വാപ്പാരാണ്. സ്നേഹം. വാപ്പ മരിച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്ത് ദാനം ചെയ്ത് എന്ത്? വാപ്പാക്ക് എത്തണം. എങ്കില് നമ്മുടെ റൂഹിന്റെ വാപ്പയാണ് ബദരീങ്ങള്. അവരുണ്ടായിട്ടാ നമ്മളിവിടെ ആൺകുട്ടികളായത്. മനസ്സിലായില്ലേ? അപ്പോൾ ശുഹദാക്കളെ സ്നേഹിക്കുക, ഔലിയാക്കളെ സ്നേഹിക്കുക. 40 വള് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ആയുസ് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു. അവരെ നമ്മൾ സ്നേഹിച്ചു. മനസ്സിലായോ? എന്തുകൊണ്ട്? അവർ ജീവിച്ചു ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടി. അങ്ങനത്തെ ഒരാളെ നമ്മൾ സ്നേഹിച്ചാൽ അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെ സ്നേഹിച്ചോ അയാളെ കൂടിയായിരിക്കും. അപ്പൊ അമ്പിയാക്കളെ സ്നേഹിക്കുക, ഔലിയാക്കളെ സ്നേഹിക്കുക. വേണ്ടാത്തൊരു സ്നേഹിക്കേണ്ടോ? നിങ്ങൾ എന്തിനാ ജനമാണ്? വേണ്ടവരെന്നല്ലേ ഇവിടെ ഇഷ്ടം പോലെ. ചിന്തിക്കുക, നീട്ടുന്നില്ല.
അപ്പോൾ ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ മഹാലോകങ്ങളെ ബാക്കി ഭാഗങ്ങൾ നാളെ പറയും.